മിക്ക കോമ്പിനേഷനും ഷറഫിക്കൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ കാരണം ഷറഫിക്കയ്ക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളതിൽ അതാണ് എൻ്റെ ഫസ്റ്റ്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് സീൻ തന്നെയായിരുന്നു എനിക്ക് ഓഡീഷന് തന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ നിന്ന് എന്താ അറിയില്ല, അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. സ്വിച്ച് ചെയ്ത പോലെയായിരുന്നു ഇനി ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഇനി ഞാൻ സിനിമയിലേക്കാന്ന് പറഞ്ഞപ്പം ഞാൻ ആക്ച്വലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോ, പിന്നെ ആഡ്സ് ചെയ്യുമായിരുന്നു, തിയേറ്റർ ആഡ്സ് ചെയ്യുമായിരുന്നു, ഫോട്ടോഷൂട്ട്സ്, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താണ് എല്ലാവരെയും പോലെ. ലൈക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓൾ ടൈം ഫേവറേറ്റ് ലാലേട്ടനാണ്. എന്താ ഒരു ക്യാരക്ടർ, ലാലേട്ടൻ്റെ ചേച്ചീൻ്റെ കുട്ടിയോ എന്ന് വെച്ചാൽ മോളോ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്ന ഇതും, നമ്മൾ തീരെ ട്രൈ ചെയ്യാണ്ടത് വിടുന്നതും, പിന്നെ ആ ഒരു ഗിൽറ്റ് വരണ്ട. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂം നമ്പർ 9 എന്ന് പറഞ്ഞിട്ട്, അത് ഉർവശി ചേച്ചി, ജഗദീഷ് ഏട്ടൻ, സിജു വിൽസൺ, അങ്ങനെയൊക്കെ ഉള്ളത്. എനിക്ക് ആക്ച്വലി ഫസ്റ്റ് കോൾ വന്നത് തമിഴ്ന്നാണ്. ഞാൻ തമിഴിലാണ് ഫസ്റ്റ് പടം ചെയ്യുന്നത്. തമിഴിലാണ്. എല്ലാവരും ഇവിടെ നിന്ന് അങ്ങടെ പോവാ, ഞാൻ പക്ഷെ അവിടെ ഇങ്ങടെ പോകണ്ടാണ്. ഇപ്പൊ കണ്ടില്ലേ, നയൻതാരയ്ക്ക് വേണ്ടി ഒരു പടം ചെയ്യണം എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആ ഒരു ഇതല്ലേ, അല്ലാണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കാസ്റ്റിംഗ് നോക്കാനല്ലേ. ഹായ് ഓൾ, വെൽക്കം ടു ഹുബ്ലീസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും അധികം ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മധുവിധു മൂവിയിലെ കല്യാണി ചേച്ചിയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ച നമ്മുടെ സ്വന്തം അനുശ്രീയാണ്. അപ്പോൾ അനുശ്രീയെ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഹൗ ഡു യു ഫീൽ? മധു ഇത് ആക്ച്വലി ഒരു ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഭിനയിക്കാൻ പോയ അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി ആ ഒരു കോള് വന്ന ടൈമിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹിറ്റിലായിരിക്കും അഭിനയിക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും നമ്മൾ ഏത് വർക്ക് വരുമ്പോഴും നമ്മൾ മാക്സിമം അത് ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണല്ലോ അതിൽ ജോയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അജിത് വിനായക പ്രൊഡക്ഷൻസ് പോലൊരു വലിയൊരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം ഫാമിലി, റിലേറ്റീവ്സ്, നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് എന്താണ് റെസ്പോൺസ്? അവരൊക്കെ എന്താ പറയാറ്? എൻ്റെ മൂവി റിലീസായതിനു ശേഷം ഞാൻ നാട്ടിൽ പോയിട്ടില്ല. ഇവിടെ തന്നെയായിരുന്നു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെയായിരുന്നു. നാട്ടില് കോഴിക്കോട് വടകരയാണ്. ഓക്കെ, നൈസ്. അപ്പോൾ നാട്ടിൽ പോയിട്ടില്ല, പക്ഷേ നാട്ടിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വരുന്നത്. അമ്മ, ഫാമിലി എല്ലാവരും പോയി. നാട്ടിലുള്ള എല്ലാവരും ഡെയിലി ഇങ്ങനെ കാണാൻ പോകുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ഇങ്ങനെ സിനിമയിലേക്ക് വരുന്നത്. കുട്ടിക്കാലത്ത് പേരൻസിന്റെ ഭയങ്കര പ്രതീക്ഷകളായിരിക്കും മക്കളെ പറ്റി. ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷകൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫോഴ്സ് ചെയ്യല്ല, ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ നിന്നെ ഇന്നതായിട്ട് കാണണം എന്നാണ്? ഇല്ല, എൻ്റെ വീട്ടിൽ എല്ലാം എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് അവർ വിട്ടു തന്നിരിക്കുന്നത്. ലൈക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട് ചെറുപ്പം മുതലേ. പിന്നെ അവർക്ക് ഞാൻ പഠിച്ച് അല്ലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം IT-ലായിരുന്നു, അതാ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പോകുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പോയി ഞാൻ പെട്ടെന്നങ്ങ് സ്വിച്ച് ചെയ്ത പോലെയായിരുന്നു. ഇനി ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഇനി ഞാൻ സിനിമയിലേക്കാന്ന് പറഞ്ഞപ്പം അവർ സിനിമയിലേക്കോ? അങ്ങനെ ഒരു ഭയങ്കര ഞെട്ടലായിരുന്നു ആദ്യം. അത് പിന്നെ ആ ഞെട്ടൽ പിന്നെ നോ ആയി, വേണ്ട സിനിമയിലേക്ക് പോകണ്ട. ഓക്കെ, അപ്പം എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്തെടുത്തത്? എങ്ങനെയാണ് ഒരു കൺവിൻസിങ് സ്റ്റാറായി മാറിയത്? അതൊക്കെ വലിയ സ്റ്റോറി. ആക്ച്വലി ആ നോ, അത് ഞാൻ കുറച്ച് ലേറ്റായി പോയി ഡിസിഷൻ എടുക്കാമെന്നായിരുന്നു അവരുടെ ഫസ്റ്റ് റീസൺ. എന്തുകൊണ്ട് നീ മുന്നേ ട്രൈ ചെയ്തില്ല? ഇതിപ്പം നിനക്ക് നല്ലൊരു ജോലി കിട്ടിയപ്പം എന്തിനാണ് ആ ജോലി വേണ്ടാന്ന് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ്. അപ്പോൾ എൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചു, ജോലി കിട്ടി, എനിക്കത് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ ഞാൻ കാപ്പബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ആ ജോലി വിടാനുള്ള കാരണം ആ ഒരു കോവിഡ് സമയത്ത് ആക്ച്വലി നാട്ടിൽ വന്നായിരുന്നു. അപ്പോൾ പിന്നെ നൈസായിട്ട് ഞാനിനി ഇവിടെയാണ് കുറച്ച് നാളത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ബൈ സ്റ്റെപ്പ് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ലൈക്ക് കുറച്ച് നാൾ കഴിയട്ടെ, ഇനി ഒരു 1 year എനിക്ക് വേണം. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പം അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നോക്കണം എന്നൊരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു. അപ്പം 1 year മാത്രമേ തരുള്ളൂ എന്നായിരുന്നു ആദ്യം. അപ്പം അങ്ങനെ 1 year പിന്നെ സംസാരിച്ച് 2 year ആക്കി. ആ 1 yearൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അതിനു വേണ്ടി ട്രൈ ചെയ്തത്? ഈ 1 year എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ആ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ആ സമയത്ത് സിനിമകളൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സമയമായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ ആക്ച്വലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോ, പിന്നെ ആഡ്സ് ചെയ്യുമായിരുന്നു, തിയേറ്റർ ആഡ്സ് ചെയ്യുമായിരുന്നു,
ഫോട്ടോഷൂട്ട്സ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താണ് എല്ലാവരെയും പോലെ. ലൈക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ആരോടും ചോദിക്കാനും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാനങ്ങ്. എങ്ങനെയായിരുന്നു മധുവിധുവിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? മധുവിധു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടതാണ്. നമ്മളിങ്ങനെ മധുവിധുവിൽ കാസ്റ്റിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു പോസ്റ്റർ കണ്ടു. അപ്പം ആസ് യൂഷ്വൽ എല്ലാത്തിനും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ അയച്ചു കൊടുത്താണ്, ഓഡിഷന് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റായി വിളിച്ചു. ദെൻ നമുക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പോഴും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല വിളിക്കുമെന്ന്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഡയറക്ടർ വിളിച്ച് ഇതുപോലെ പടം ചെയ്യണ്ടേ, അതെ നമുക്ക് പടം ചെയ്യണ്ടേ എന്ന് ചോദിച്ച് വിളിക്കുന്നത്. ഭയങ്കര സന്തോഷം. ഇപ്പം നമ്മൾ അതിനകത്ത് ജീവിക്കുകയാണ് എന്ന് പറയും. അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു റോള് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഞാൻ ആ ഒരു ക്യാരക്ടറിൽ ജീവിക്കുകയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് സീൻ തന്നെയായിരുന്നു എനിക്ക് ഓഡിഷന് തന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ നിന്ന് എന്താ അറിയില്ല, അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു, നീ ഭയങ്കരമായിട്ട് അടിപൊളിയായി ചെയ്തല്ലോ. നമ്മളെ അങ്ങ് അത് പറയാൻ പറ്റുമെന്നറിയില്ല, നമ്മളെ അങ്ങ് നന്നായിട്ട് നമ്മളെല്ലാവരും കൺവിൻസ്ഡ് ആയി. ആ ഒരു സീനായിരുന്നു ഏറ്റവും അതിൽ ടഫായിട്ടുള്ളത്. അപ്പം ഞാനത് എൻ്റെ മാക്സിമം അതിൽ ചെയ്തു. ആ സെയിം സാധനം തന്നെ അതിൻ്റെ എക്സ്ട്രാ പടം റിയലായിട്ട് ഷൂട്ട് ചെയ്തപ്പം അതിൻ്റെ എക്സ്ട്രാ ചെയ്തു. ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് സിനിമ ചെയ്യുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. അത് നിങ്ങൾ പടം കാണും പറയാം. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു ഭയങ്കര ഒരു ഇമോഷൻ പരിപാടി ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ആ സീനായിരുന്നു എനിക്ക് ഫസ്റ്റ് ഓഡിഷനും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിയലൈസേഷൻ ആണോ ലാസ്റ്റത്തെ? വേണ്ട സ്പോയിലർ. അതെ, ഓക്കെ. എന്തായാലും പക്ഷെ എല്ലാവരും കണ്ടു പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സീൻ പറയാം, കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. ഓക്കെ ആണെങ്കിൽ ഇപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓക്കെ, വേണ്ട കുഴപ്പമില്ല, ഫൈൻ. ഓക്കെ. അപ്പം നമ്മളിപ്പം എത്രത്തോളം അനുശ്രീയയുടെ എത്ര ശതമാനമാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ, മൂവിയിലെ ക്യാരക്ടറിൽ കാണാൻ പറ്റുക? 100% അനുശ്രീയ തന്നെ ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? ആക്ച്വലി എനിക്ക് അങ്ങനെ ടഫായിട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് എൻ്റെ ഒരു ക്യാരക്ടർ പോലെ തന്നെയായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് പരിപാടി വരുന്നത്. പിന്നെയാണ് ആ ഒരു ഷിഫ്റ്റും പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഞാനായിട്ട് തന്നെ ചെയ്യാനുള്ള ഭയങ്കര ആ ഒരു ക്യാരക്ടറായിരുന്നു. വലിയ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടി വന്നില്ല? ഇല്ല. അപ്പൊ എന്നാലും നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെന്റൽ ഫിസിക്കൽ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ആ സ്ക്രിപ്റ്റ് ഷൂട്ടിന് മുന്നേ ഒരു 2 വട്ടം വായിച്ചു നോക്കിയപ്പം കഥ കേട്ടപ്പോഴും ഓക്കെ, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇത് ഞാൻ എങ്ങനെ എൻ്റെ ഒരു സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും അവർ നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്ത സീൻസ് ഉണ്ടോ? ഞാനിങ്ങനെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഡയറക്ടർ അടുത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതെങ്ങനെ ഉണ്ടാവും, ഇത് രസം ഉണ്ടാവും, ഭയങ്കര അങ്ങനെ ചോദിക്കും. പക്ഷേ ചേട്ടൻ പറയും നീ റെഡി ചെയ്തോ, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ പറയും. ഓക്കെ. അപ്പം ആക്ച്വലി ഒരു ബോൺ ആക്ടറാണ്, സീനൊക്കെ ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അല്ലേ? അതെന്ന് വെച്ചാൽ ഈ സിനിമ ചെയ്യുന്നതിന് മുന്നേ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഓൾറെഡി. നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടും മ്യൂസിക് വീഡിയോ ചെയ്തിട്ടും തിയേറ്റർ ആഡ്സ് ചെയ്തിട്ടൊക്കെ. അപ്പം ആ ഒരു ഫസ്റ്റ് ആ ഫിയറൊന്നും ഉണ്ടായില്ല. അപ്പം എനിക്കൊരു സ്പേസ് കിട്ടിയപ്പോൾ അത് നന്നായിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം. ഓഡിഷൻസിനെ പറ്റിയൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? മധുവിധുവിന് ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? അത് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും കാസ്റ്റിംഗ് കോൾ കണ്ട അത് എന്താണ് ഏതാണ് അതിൻ്റെ ഇതൊന്നും നോക്കത്തില്ല. കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ എനിക്ക് ഫോർവേഡ് ചെയ്ത് വെക്കും. അപ്പം ഞാൻ അതൊന്നും മിസ് ചെയ്യാറുമില്ല. അവർ അയച്ചു തരുമ്പോൾ അവർ എത്രയും എഫേർട്ട് ഇട്ടിട്ടാണല്ലോ നമുക്കത് അയച്ചു തരുന്നത്. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എല്ലാത്തിലും അങ്ങനെ അയച്ചു കൊടുക്കും. ഇപ്പൊ ഫസ്റ്റ് മൂവി തന്നെ ചെയ്തിരിക്കുന്നത് ഷാറുഖയുടെ ഒപ്പമാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. കാരണം നമ്മൾ പ്രേമം മൂവിയിൽ കണ്ടൊരു ഷാറുഖേ അല്ല ഇപ്പൊ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഓൺ സെറ്റ്? ഒരു എന്താ പറയുക, ഒരു പാഠപുസ്തകം ആയിരുന്നിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു? ഷെർഫിക്കൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് മിക്ക കോമ്പിനേഷനും ഷെർഫിക്കൻ്റെ കൂടെ ആയിരുന്നു. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. ആൻഡ് ഫസ്റ്റ് സീൻ തന്നെ എൻ്റെ ആ പടത്തിലെ ഫസ്റ്റ് ഷോട്ട് വെച്ചത് ഷെർഫിക്കൻ്റെ കൂടെ ആയിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ്. ബിക്കോസ് എങ്ങനെയാണ് ഷെർഫിക്കൻ്റെ കൂടെയുള്ള ആ ഒരു കോംബോ വർക്ക് ആവുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം 1-2 പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നു. പിന്നെ ചില്ലായിരുന്നു.
പിന്നെ രസം. ചില്ലായിരുന്നു. ആളെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ സീനിയർ ആക്ടർ ആണല്ലോ, ആളെങ്ങനെ റിയാക്ട് ചെയ്യും? ഉണ്ട്, അത് ഒബ്വിയസ്ലി ഉണ്ടാവും. ഉണ്ടാവും. അത് ഏത് സെറ്റ് പോയാലും നമ്മൾ ഏത് പുതിയ, ഇനിയിപ്പം ഞാൻ എത്ര ഒരു 5-6 പടം ചെയ്തിട്ട് നമ്മൾ പുതിയ സെറ്റ് പോയി വേറൊരു വലിയ ആക്ടറോട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതുണ്ടാവുമല്ലോ. പിന്നെ ഒരു ജെല്ലായി വരാൻ ഒരു ചെറിയൊരു പീരീഡ് എനിക്ക് തോന്നുന്നു ഞാൻ പ്രൊമോഷൻ എടുത്ത ടൈമിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്, ആ സെറ്റ് തന്നെ ഭയങ്കര ഓൺ സെറ്റാണ്. സത്യം, ഭയങ്കര ജെല്ലാവും പെട്ടെന്ന് എത്തുന്ന ഒരു സെറ്റ്. അതെ അതെ. പിന്നെ ഞാനാണെങ്കിലും കല്യാണിയാണെങ്കിലും, കല്യാണിയുടെയും ഫസ്റ്റ് സിനിമയായിരുന്നു, എൻ്റെയും ഫസ്റ്റ് സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസും എനിക്കുണ്ടായിരുന്നു. നല്ലതായിരുന്നു ആക്ച്വലി, അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ എന്താണ് ഷർഫക്കയുടെ അടുത്ത് നിന്ന് പഠിച്ചത് എന്ന് പറഞ്ഞത്? ഷെർഫൊക്കെ ഭയങ്കര സ്പോണ്ടാനിയസ് ആയിട്ട്, നമ്മൾ അത്രയും ഞാൻ പ്രിപ്പയർ ചെയ്ത്, ഓക്കെ ഞാൻ തെറ്റിക്കരുത്, ഞാൻ കാരണം ഷെർഫയ്ക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളതിൽ അതാണ് എൻ്റെ ഫസ്റ്റ് ആ ഒരു ടെൻഷൻ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ആ ഒരു എന്തൊക്കെയാണ് ആ സ്ക്രീനിൽ മൊത്തം ഒന്ന് വായിച്ച് സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അവിടെ പോകും. അവിടെ നിന്നായിരിക്കും ഷെറഫൊക്കെ പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ പറഞ്ഞു. ഞാൻ അയ്യോ ഞാനിത് ഫുൾ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ, ഇതല്ലല്ലോ ഷെറഫൊക്കെ അതിൽ ഓക്കെ ഇങ്ങനെ ചെയ്യാന്ന് പെട്ടെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എപ്പോഴത് പറയണ്ടേ, ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് വരും. അങ്ങനെയായിരുന്നു. പിന്നെ ഷെറഫിൻ്റെ അടുത്ത് അതാണ് പെട്ടെന്നുള്ള പരിപാടി, അവർ ഈ ഫുൾ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ലല്ലോ വരുന്നത്. അത് ഓക്കെ എന്തായിരുന്നു എടുക്കുന്നത് അങ്ങനെ ചോദിക്കും. പിന്നെ അതെ പെട്ടെന്ന്. അപ്പം സെറ്റിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാരാ? എനിക്ക് സെറ്റിൽ കിട്ടിയ ഒരു ഫ്രണ്ട്. എനിക്ക് അവിടെ എല്ലാവരെയും ഭയങ്കര സ്പെഷ്യലാണ്. എന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഫസ്റ്റ് സിനിമ എന്നുള്ളതിൽ ഞാൻ മാക്സിമം ആ ഫാമിലീൻ്റെ കൂടെ, ആ ഒരു ക്രൂവിൻ്റെ കൂടെ ജെല്ലാവാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും നന്നായിട്ട് മിണ്ടുമായിരുന്നു, എല്ലാവരും അടിപൊളിയാണ്. ഈവൻ അതിൽ എല്ലാവരും മെയിൻ ആൾക്കാർ മാത്രമല്ല, ഡയറക്ടേഴ്സ്, ഐ മീൻ ആ ഒരു കാറ്റഗറി മാത്രമല്ലാണ്ട് സൗണ്ടിലുള്ളവരും സ്പോട്ട് എഡിറ്ററും, ഐ മീൻ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ റൈറ്റേഴ്സ് 2 പേരുണ്ട്, ബിപിൻ ചേട്ടനായിക്കോട്ടെ ജയ് ചേട്ടനായിക്കോട്ടെ, ഭയങ്കര സപ്പോർട്ടീവാണ്. എടി ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ, നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരുമായിട്ട് ഭയങ്കര ആ ഒരു റാപ്പോ നന്നായി വർക്കായ ഒരു സെറ്റായിരുന്നു എനിക്ക്. എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കല്ലുവിൻ്റെ കൂടെ സീമയുണ്ട്. അപ്പം സീമ, ഞാൻ, കല്ലു, നമ്മൾ നല്ല രസമായിട്ട് ആ ഒരു ഇത് വർക്കായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു. ഐ മീൻ ഷോർട്ട് നമുക്കില്ലാത്ത സമയത്ത് നമ്മൾ യൂനോ കാർഡ്സൊക്കെ കൊണ്ടുവന്ന് കരവന്ന് ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു. പാട്ട് പാടും, പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെച്ച് വൈബാക്കി. ഞാൻ പാട്ട് പാടുമല്ല, കല്ലു ആ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാടും, അങ്ങനത്തെ പരിപാടി. പിന്നെ കുറേ ഗെയിംസ് ഒക്കെ കളിക്കുമായിരുന്നു. ഐ മീൻ നല്ല സെറ്റായിരുന്നു. ഞാൻ പേടിച്ച പോലെയൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് പേടിച്ചെന്ന് വെച്ചാൽ ലൈക്ക് എങ്ങനെയാണ്, എനിക്കൊരു സിനിമ എന്ന് പറയുന്നത് ആഗ്രഹം ഉണ്ടെങ്കിലും ആരെയും ഒരു കോണ്ടാക്റ്റും പരിചയം എങ്ങനെയാണ് ഇവരുടെ അടുത്ത് ഡീൽ ചെയ്യേണ്ടല്ലേ, എങ്ങനെയാണ് ആ ഒരു ടെൻഷൻസൊക്കെ, ആ ഒരു ഇതൊക്കെ മാറിക്കിട്ടിയൊരു സെറ്റായിരുന്നു. എല്ലാവരും ചില്ലായിരുന്നു ആക്ച്വലി. പ്രത്യേകിച്ച് വിഷ്ണു ചേട്ടൻ ഡയറക്ടർ ഭയങ്കര ഒരു പാവം മനുഷ്യനാണ്. ഭയങ്കര അടിപൊളിയാണ്. വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാൽ മോനെ പറ, ആ ഒരു ഇതിൽ നമ്മളെ ട്രീറ്റ് ചെയ്യും എന്ത് ഇതുണ്ടെങ്കിലും. എപ്പോൾ തൊട്ടാണ് മൂവി അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ വന്നു തുടങ്ങിയത്? കുഞ്ഞു മുതലേ ഉണ്ട്. എല്ലാവരും പോലെ, അതെ എല്ലാവരും പോലെ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അറിയുന്നതുകൊണ്ട് പിന്നെ ആ ആഗ്രഹം വലുതാക്കിയില്ലായിരുന്നു. സെലിബ്രിറ്റി ക്രഷ് ഉണ്ടായിരുന്നോ? അതിപ്പോൾ നമുക്ക് എല്ലാവരെ കാണുമ്പോൾ കൊള്ളാലോ, ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കും അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു. കുഞ്ഞു മുതൽ എപ്പോഴും അതെ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ലാലേട്ടനാണ്. പിന്നെ അത് ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തരായി ലൈക്ക് ലാലേട്ടൻ കൊള്ളാം, കൊള്ളാം, എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻസൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നു, ലൈക്ക് ഡാൻസും, ഐ മീൻ നാടോടി ഈ ഫോക്ക് ഡാൻസൊക്കെ. അതിൽ നമുക്ക് കുറേ അഭിനയിക്കാനുള്ള പരിപാടി ഉണ്ടല്ലോ, നാടോടി നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പം നമുക്ക് കുറേ എക്സ്പ്രഷൻസ് ഇങ്ങനെ ഇടാം. അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ അതിൽ ഫസ്റ്റ് A ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ചെറുപ്പത്തിൽ. ആ സമയത്ത് അങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിക്കും. പിന്നെ അതൊക്കെ വിട്ടു. ഞാനപ്പോൾ വിചാരിച്ചത് ഞാൻ വല്ല ഡാൻസറൊക്കെ ആവുന്നു, പക്ഷേ അതൊന്നും ആയില്ല. പിന്നെ അതൊക്കെ ഞാൻ വിട്ടു. കോളേജിലെത്തിയപ്പോൾ അതൊക്കെ വിട്ടു. ഡാൻസ് ചെയ്യായിരുന്നു പിന്നെയും. പിന്നെ കോളേജ് കഴിഞ്ഞു, ജോലി ആ ഒരു ഇതായി.
പിന്നെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു തോന്നല് അത് തോന്നാൻ എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടാകും, ആരെങ്കിലും പറഞ്ഞിട്ട്? അത് ഉണ്ടായിരുന്നത് ഈ ഫോണിൽ അഭിനയിക്കുന്ന പരിപാടി വന്നല്ലോ, ലൈക്ക് ടിക്ടോക്ക് പോലത്തെ. ആ സമയത്ത് എൻ്റെ റൂമിലുള്ള, ഞാനപ്പോൾ ദുബായിലായിരുന്നു, അപ്പോൾ ഫ്ലാറ്റിലുള്ളൊരു ചേച്ചി പറഞ്ഞു, നീ എന്താ ട്രൈ ചെയ്യാത്തത്, നീ ഡാൻസ് ഒക്കെ ചെയ്യുന്നില്ല. ഡാൻസിലേക്ക് ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ ഡാൻസ് അല്ല ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ആക്ടിങ് ട്രൈ ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്തു. പിന്നെ ദുബായിൽ ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തായിരുന്നു, പിന്നെ ഫോട്ടോഷൂട്ട്സ് അങ്ങനെ ചെയ്യും. നമുക്കൊരു ദിവസമേ ലീവുള്ളൂ, ഫ്രൈഡേ മാത്രമേ ലീവുള്ളൂ. അത് നമുക്ക് ആക്ച്വലി റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. പക്ഷെ ഞാൻ അന്ന് എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട മൂഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്നാണെങ്കിലും അതിന് എന്തിനാനോ ഒരു ദിവസം റെസ്റ്റ് കിട്ടുമ്പോൾ അതിങ്ങനെ ഭയങ്കര എക്സോസ്റ്റഡ് ആവത്തില്ലേ എന്നുള്ള എല്ലാവരും ചോദിക്കും. പക്ഷെ ഞാനത് പോവും, അത് പോവും. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് പോവായിരുന്നു. നമുക്കതൊരു ടാസ്ക് ആയിട്ട് തോന്നത്തില്ല, ഭയങ്കര അങ്ങനെ തോന്നത്തില്ല. രാവിലെ 6 മണിക്ക് പോകണം, ഓക്കെ എന്ന് റെഡിയോ. പക്ഷെ ഓഫീസിൽ പോകാൻ അത്ര താല്പര്യമില്ലായിരുന്നു. അതായിരുന്നു എനിക്ക്. അങ്ങനെ കുഞ്ഞു ആയിട്ട് ആ ഇഷ്ടം വന്നു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ തോന്നി, ഞാൻ എന്താ ട്രൈ ചെയ്യാത്തത്, അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്ന ഇതും, നമ്മൾ തീരെ ട്രൈ ചെയ്യാണ്ടത് വിടുന്നതും, പിന്നെ ആ ഒരു ഗിൽറ്റ് വരണ്ട, അങ്ങനെ ഗിൽറ്റ് വരണ്ട എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ശരിക്കും ഇത് ട്രൈ ചെയ്യണം, സ്ട്രോങ് ആയിട്ട് തന്നെ അതിൽ ഒന്ന് ഇറങ്ങി ഒരു റിസ്ക് എടുക്കണം എന്ന് തോന്നിയിട്ട് വന്നത്. ഓക്കെ. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് സെറ്റിൽ ടേക്ക് പോകേണ്ട ഷോട്ട് വന്നിട്ടുണ്ടാവില്ലേ? അപ്പം അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, കുറേ ടേക്ക് പോയി ഇതെന്താ ചെയ്തിട്ട് ശരിയാവാത്തേന്ന് തോന്നിയ ഒരു ഷോട്ട്? അങ്ങനത്തെ ഭയങ്കര ടാസ്കുള്ള ഷോട്ടൊന്നും ഉണ്ടായില്ല. മധുവിധൂലല്ല, ഹോൾ ഏതെങ്കിലും ഷോർട്ട് ഫിലിംസിലായാലും? എനിക്ക് ഇപ്പം ഞാൻ വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലെന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ, അല്ല തമിഴ് മൂവി കഴിഞ്ഞു, അത് ഷൂട്ട് കഴിഞ്ഞു, അതിപ്പം മെയ് റിലീസാണ്. അപ്പോൾ വേറെ മലയാളത്തിൽ വേറെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രൊജക്റ്റ്, ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു, ബിക്കോസ് എനിക്ക് സ്കൂട്ടർ ഇച്ചിരി സീനാണ്. അപ്പോൾ അത് ആദ്യമായിട്ടൊരു സെറ്റിൽ നിന്ന് എൻ്റെ ഒരു സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു സെറ്റിലായിരുന്നു. അത് ഒന്ന് കുറച്ച് ഒരു 4-5 ടേക്ക് അത് പോയി. കാരണം പിന്നെ ഇപ്പോഴത്തെ വെയിലും അങ്ങനെയാണല്ലോ, ആ വെയിലത്ത് അവർക്ക് വെയിൽ കൊള്ളിച്ച് ആ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു. അത് ഇച്ചിരി എനിക്ക് ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു. ഞാൻ ഇതിന് വേണ്ടി പഠിച്ചതാ സ്കൂട്ടർ ഓടിക്കാൻ. ഇപ്പൊ ലൈസൻസ് ഒക്കെ എടുത്തോ? ലൈസൻസ് കാറിനുണ്ട്, സ്കൂട്ടറിന് എടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നേ ഉള്ളൂ. കാർ ഓടിക്കാൻ അറിയാം, അതാണ് കാർ ഓടിക്കാൻ അറിയാം, പക്ഷെ സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല. അപ്പം ഈ പടത്തിന്റെ സെറ്റിലാണ് അതിൻ്റെ ഒരു ടാസ്ക്. ഞാൻ ഇത്രയും നാളും അതത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു ഇത് വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം വന്നു, ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് പഠിച്ചത്. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇച്ചിരി ഓടിച്ചു, കുഴപ്പമില്ല, ഇനി നന്നായി പഠിക്കണം. അതൊരു ടാസ്ക് ആയിരുന്നു. മധുവിന്റെ സെറ്റിൽ അങ്ങനത്തെ ടാസ്ക് അത്രയും ടേക്ക് പോയ സീൻസ് ഒന്നും ഉണ്ടായില്ല, അല്ല അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് അറിയാത്തൊരു കാര്യം ചെയ്തത് ഇതിലാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടത്തിൽ നല്ലൊരു എഫേർട്ട് എടുക്കണേ. നല്ല ടെൻഷനായിരുന്നു. കരഞ്ഞോ? ഇല്ല, കരഞ്ഞൊന്നുമില്ല, ചീത്തൊന്നും കേട്ടില്ല. ലൈക്ക് അവരിങ്ങനെ പറയുമായിരുന്നു, അടുത്ത പടത്തിൽ വിളിക്കണമെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണം, അങ്ങനെ പറയും. ഓക്കെ. അപ്പം പുതിയ മൂവിന്റെ പേരെന്താണ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂം നമ്പർ 9 എന്ന് പറഞ്ഞിട്ട്, അത് ഉർവശി ചേച്ചി, ജഗദീഷ് ചേട്ടൻ, സിജു വിൽസൺ, അങ്ങനെയൊക്കെ ഉള്ളത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു തമിഴിലും മൂവീസ് ചെയ്യുന്നുണ്ട് ഇപ്പം. തമിഴില് ചെയ്തു. യെസ്. എങ്ങനെയുണ്ടായിരുന്നു തമിഴ് ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം? എനിക്ക് ആക്ച്വലി ഫസ്റ്റ് കോൾ വന്നത് തമിഴ്ന്നാണ്. ഞാൻ തമിഴിലാണ് ഫസ്റ്റ് പടം ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് മൂവി തമിഴിലാണ്. എല്ലാവരും ഇവിടുന്ന് അങ്ങടാ പോവാ, ഞാൻ പക്ഷെ അവിടെ തമിഴിലാണ് ഫസ്റ്റ് ചെയ്തത്. അവിടെ ഒരു OTT, ഒരു ലാറ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർഷം മുന്നേ ലാറ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്തായിരുന്നു, അതവിടെ റിലീസായി. പിന്നെ ഇപ്പോൾ വരാൻ പോകുന്നത് ഹബീബി എന്ന് പറഞ്ഞിട്ട്, അത് ആക്ച്വലി ഒരു 1.5 years ആയി ഷൂട്ട് കഴിഞ്ഞിട്ട്, ഇപ്പോഴാണ് റിലീസാകാൻ പോകുന്നത്. മെയ്യിൽ റിലീസുണ്ട്. മെയ്യിൽ റിലീസാവും. അപ്പം ആദ്യം തമിഴിലേക്ക് പോയപ്പം തമിഴ് മൂവിയും മലയാളം മൂവീസും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസുകൾ തോന്നിയിട്ടുണ്ടോ? ഏത് സെറ്റാണ് ഏറ്റവും എളുപ്പം? ഒബ്വിയസ്ലി നമുക്ക് മലയാളം. എനിക്ക് രണ്ടും, ഒരു സെറ്റിനെ പറ്റി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല എങ്ങനെയാ എന്താണെന്നൊന്നും. അവിടെ പോയപ്പം ഓക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഫ്ലോയിൽ അത് പോയി. മലയാളത്തിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഈ ഫ്ലോയിൽ അങ്ങനെ പോയി. പക്ഷെ രണ്ടും വലിയ ഡിഫറൻസ് ഒന്നല്ല. അവിടെ നമ്മളെ കുറച്ചും കൂടി ഈ മലയാളീസ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം കൊള്ളാം, കുറച്ചും കൂടി ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കൂടുതലാണ് ആ ഒരു. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള. അതെ. പക്ഷെ തമിഴിൽ അങ്ങനെ തമിഴിലത്തെ കാര്യം പറഞ്ഞത്, തമിഴിലാണ് അപ്രിസിയേഷൻ കൂടുതൽ. അതല്ല ഞാൻ പറഞ്ഞത്, തമിഴില്
ഈ മലയാളി ആക്ടേഴ്സൊക്കെ വരുമ്പോൾ അവർ കുറച്ചും കൂടി ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്. Yeah, fine. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഇത് ഓക്കെയാ, ഇത് ഓക്കെ, അപ്പം ഓക്കെ ആണോ ഇതെല്ലാം നമുക്കൊരു ഇതില്ലെങ്കിലും അവർ ഭയങ്കര ഇഷ്ടമാണ്. തമിഴിലേക്കുള്ള കോൾ എങ്ങനെയായിരുന്നു വന്നത്? എനിക്ക് ഇൻസ്റ്റയിലാണ് വന്നത്. അവരുടെ ഓഫീസിൽ നിന്ന് ഐ മീൻ ആ ഒരു പടത്തിൻ്റെ ടീം എനിക്ക് ഇൻസ്റ്റയിലാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അത് ഫേക്ക് ആണോ? അപ്പം എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഞാൻ റാൻഡം ആയിട്ട് ഇങ്ങനെ നമ്മൾ DMs ചെക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, നമ്മൾ കുറേ ട്രൈ ചെയ്തു റീച്ച് ചെയ്യാൻ, പക്ഷേ കിട്ടുന്നുണ്ടായില്ല, കാണുവാണെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യണം, ഒരു പടത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് ജെന്യുവിൻ ആയിരിക്കും ഏതാ ഒന്നും അറിയത്തില്ല. തമിഴിൽ നിന്ന് വന്നപ്പം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഫസ്റ്റ് തന്നെ വന്നപ്പോൾ. അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ടെൻഷനായി കാണില്ലേ, ദൈവമേ കാലം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്? എന്നെ കാണും, അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ അമ്മേനെയും വിളിച്ചാണ് ഫസ്റ്റ് ഓഡിഷന് പോയത്. അപ്പം ഞാനും അമ്മയും പോയി. അവർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ച് ലുക്ക് ടെസ്റ്റും ഓഡിഷനും ഒക്കെ സെയിം ഡേ ആയിരുന്നു. ആ സെയിം ഡേ എല്ലാം കഴിഞ്ഞ് അപ്പോഴും എനിക്ക് ഇത് ഓക്കെ ആവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ചെയ്ത് വന്ന് ഓഡിഷൻ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാനതൊക്കെ വിട്ടിരിക്കുമായിരുന്നു, ഞാനതൊക്കെ മറന്നേ പോയി. എവിടെ ഇരിക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്? വീട്ടിൽ തന്നെ. ഞാൻ വീട്ടിൽ ആ സമയത്ത് കൊച്ചിയില്ലായിരുന്നു, ആ സമയത്ത് വീട്ടിൽ തന്നെ ആയിരുന്നു. അവിടെ നിന്നാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണ് ഇതുപോലെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ ഷൂട്ട് ഓൾറെഡി തുടങ്ങിയായിരുന്നു. അത് ഭയങ്കര ട്വിസ്റ്റാണ് ആ പടം എനിക്ക് വന്നത്. എന്ന് വെച്ചാൽ ആ പടം ഷൂട്ട് തുടങ്ങി ഒരു 1 വീക്ക് ഷൂട്ട് പോയി. അപ്പോൾ അത് അവർക്ക് ഐ മീൻ ആ ഒരു ക്യാരക്ടർ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ തന്നെ വിളിച്ചു. അങ്ങനെ ആ പടം നമ്മുടെ കയ്യിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ അയ്യോ ഇതിങ്ങനെയൊക്കെ ഉണ്ട് ഒരു സംഭവം, ലൈക്ക് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നെ വരും എന്ന് പറഞ്ഞ പോലെ എനിക്ക് തന്നെ ആ പടം വന്നു. മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പം അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി? ഞാനിങ്ങനെ ആഗ്രഹിക്കും കുറേ. ഇപ്പൊ വിഷ്വലൈസ് ചെയ്യാറാണ് ഇങ്ങനെ ആക്ട്രസ് ആവുന്നത്? അതെ, ഞാനിങ്ങനെ ഐ മീൻ കിടക്കാന്നതിന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഓക്കെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ട്രൈ ചെയ്യണം. ഒന്നും അറിയാണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇരിക്കണത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തമിഴിൽ. ഐ മീൻ ആ ഒരു പടം ഇറങ്ങിയപ്പോൾ ഒക്കെ ജാ TV-യിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ഇന്റർവ്യൂ. ഇപ്പം ആരുടെ കൂടെ അഭിനയിക്കണം, ഇന്ന ആളുടെ ഒപ്പം അഭിനയിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് ആരായിരിക്കും? ഉണ്ട്, ഓഫ് കോഴ്സ് ലാലേട്ടൻ. നേരത്തെ പറഞ്ഞു. എനിക്ക് കുഞ്ഞു മുതലേ നമ്മളെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാനിങ്ങനെ പറയുകയും ചെയ്യട്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എന്താ ഒരു ക്യാരക്ടർ, ലാലേട്ടൻ്റെ ചേച്ചീൻ്റെ കുട്ടിയോ എന്ന് വെച്ചാൽ മോളോ അങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ആക്ട്രസിൻ്റെയും പേര് പറയാം. അവരുടെ എന്ത് ക്വാളിറ്റിയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എന്നല്ല, അപ്പം സ്മൈൽ ആവാം, നടത്താവാം, അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റാലിറ്റി ആവാം, എന്തെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി. എനിക്ക് ഒരു ആക്ടേഴ്സിനെ പറ്റി അറിയത്തില്ല, എന്നാലും അറിയാവുന്ന ആക്ടേഴ്സിനെ വെച്ചാൽ ഞാൻ ചോദിക്കാം. നമ്മളിപ്പോ ഓൺ സ്ക്രീനിൽ കണ്ടിട്ടായാലും നമുക്ക് ആഗ്രഹം തോന്നാലോ. ഓക്കെ, ഇപ്പൊ ലാലേട്ടനിൽ തന്നെ തുടങ്ങാം. ലാലേട്ടന്റെ എന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറാണ് വേണ്ടത്? ലാലേട്ടൻ ആൾക്കാരൊക്കെ ഡീൽ ചെയ്ത് ഇങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സും ഒരുപാട് ആൾക്കാർ പറയുന്നിട്ടുണ്ട്, ലാലേട്ടൻ സെറ്റിൽ ഭയങ്കര എല്ലാവർക്കും എന്താ പറയുക, അത്രയും സിമ്പിളായിട്ട് എല്ലാവർക്കും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഡയറക്ടർ ആക്ടറാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ പഠിക്കണം, ഇല്ല അതുപോലെ ചെയ്യാൻ പറ്റണം. അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ചില ഡയറക്ടേഴ്സ് പറയുന്ന കേൾക്കാം, നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ പെട്ടെന്ന് ആ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പം ലാലേട്ടൻ കൈനിട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ കട്ട് പറയാറുമില്ല, അതങ്ങ് കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ പറയാറില്ലേ. അതൊക്കെ എങ്ങനെയാണോ, അങ്ങനെയൊക്കെ വിചാരിക്കും. നയൻതാരയുടെ ആ ഒരു ഗ്രോത്ത്, ലൈക്ക് ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളിക്കാരി ട്രൈ ചെയ്ത് ആ ഒരു പൊസിഷനിൽ എത്തിയില്ലേ, ഒരു ബ്രാൻഡായി. അതൊക്കെ അടിപൊളിയല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡെസ്പായി ബാക്കോട്ടേക്ക് പോകാണ്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്ത് എത്തേണ്ട പൊസിഷനിൽ എത്തി. മലയാളം ഇൻഡസ്ട്രിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ സൗത്ത് ഇന്ത്യയിലെ വലിയ ആക്ട്രസ് ആണ് പുള്ളിക്കാരി. അതേപോലെ ആവണമെന്നാണോ ആഗ്രഹം? പിന്നെ ഇപ്പൊ കണ്ടില്ലേ, നയൻതാരയ്ക്ക് വേണ്ടി ഒരു പടം ചെയ്യണം എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആ ഒരു ഇതല്ലേ, അല്ലാണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കാസ്റ്റിംഗ് നോക്കാനല്ലേ. അതൊക്കെ ഭയങ്കര ഇതല്ലേ. പിന്നെ കല്യാണി
കല്ലു ഐ മീൻ നമ്മുടെ കല്ലു അല്ലേ? Yes. ആ, ഞാൻ വെച്ച കല്യാണി പ്രിയദർശനെ കൊണ്ടാണ് ചോദിക്കുന്നത്. കല്ലു ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാവമാണ്. നമുക്ക് ഇപ്പം ഞാൻ പറയുന്ന ചില എൻ്റെ ഒരു ഐ മീൻ കോഴിക്കോട് സ്ലാങ്ങിൽ ഞാൻ ഭയങ്കര സ്പീഡായിട്ട് ചില കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് വരുന്നത്. കല്ലു ഇരുന്ന് ചിരിക്കും. കല്ലു പറയും ഇവളുടെ സംസാരം നോക്കിയേ, അങ്ങനെ പറയും ചിരിക്കും. എപ്പോഴും പറയും. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഭയങ്കര കാര്യമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ കല്ലു ഞാൻ മറ്റേ ഫൺ ആ ഒരു ഗ്യാങ്ങിൽ ഫണ്ണായിട്ട് എന്തോ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ചിരിക്കും. പിന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഡീൽ ചെയ്യും. കുട്ട അങ്ങനെ വിളിച്ചിട്ട് ഭയങ്കര പാവമാണ്, ഭയങ്കര പാവമാണ്. അതേപോലെ പാവമാണെന്നാണ് ആഗ്രഹം. അല്ല, ഭയങ്കര നല്ല അവൾ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഭയങ്കര വേഗം കമ്പനിയാവും ആൾക്കാരുടെ അടുത്ത്. നല്ലതാണ്, നന്നായിട്ട് ഡീൽ ചെയ്യും. ഞാനിങ്ങനെ മാറി നിന്നാലും അവൾ തന്നെ ഇങ്ങനെ നിൽക്കി ഇതൊക്കെ പറയും. നല്ല. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ക്വാളിറ്റി ആയിരിക്കും എടുക്കാം? നാളെ തൊട്ട് ആ ക്വാളിറ്റി അനുവിന് ഉണ്ടാവും. ഏത് ക്വാളിറ്റിയാണ്? രാജേട്ടൻ്റെത് പണ്ട് പറഞ്ഞില്ലേ, ഞാൻ ഇത്ര വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യും, 3 കാര്യങ്ങൾ. ഇവിടെ ഞാൻ എത്തും എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാ ഒരാൾക്ക് അങ്ങനെ പറഞ്ഞ സമയത്തിൽ പറഞ്ഞ ഇതിലെത്താൻ പറ്റുന്നത്? അതൊക്കെ എന്തോ ഭയങ്കര ബ്ലെസ്സിങ് ഉള്ള ആളാന്ന് തോന്നുന്നു. ലൈക്ക് നമ്മളങ്ങനെ വിചാരിക്കും, നമ്മൾ ആഗ്രഹിക്കാം, പക്ഷെ നമുക്ക് എത്രത്തോളം എത്താൻ പറ്റുമെന്ന് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾ പറയണമെങ്കിൽ ഭയങ്കര അതെ അതെ ഭയങ്കര സ്ട്രോങ് മൈൻഡഡ് ആയിരിക്കണം. അതിനുവേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണം. ഭയങ്കര ഡെഡിക്കേഷൻ അതെടുക്കണം. ഞാനെപ്പോഴും പറയും വലിയ ഹീറോയിനൊക്കെ ആയിട്ട് അതേപോലെ ഒക്കെ ആവണം. ഓരോരു ഐ മീൻ പുള്ളി രാജുവേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ടർ മാത്രമല്ലല്ലോ, എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, പ്രൊഡക്ഷനും ഡയറക്ഷനും എല്ലാം ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത് സിനിമയിൽ വന്നിട്ട് പഠിച്ച കാര്യങ്ങളായിരിക്കുമല്ലോ. സിനിമയിൽ വന്നിട്ട് ഓരോരോ എക്സ്പീരിയൻസ്, ലേണിംഗ് എക്സ്പീരിയൻസ് എടുത്തെടുത്ത് സിനിമയിൽ എല്ലാം ആവണം, എല്ലാം എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഭയങ്കര